വൈകുന്നേരം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചപ്പോൾ പുറത്ത് നല്ല കാറ്റും മഴയും. കുറച്ചു നേരം അതും ആസ്വദിച്ച് ഇങ്ങനെ നിന്നു കേട്ടോ. ഇപ്രാവശ്യത്തെ കാലാവസ്ഥ കുറച്ച് വൈകിട്ടാണെങ്കിലും ഇപ്പം നല്ല കാറ്റും മഴയാണ് ഇവിടെ 5-6 ദിവസമായിട്ട്. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് നല്ല വിശപ്പായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ താഴോട്ട് വന്നപ്പോൾ അമ്മ നല്ല എള്ളുമ്മക്കായ് നിറച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കി പണി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഏറ്റെടുത്തു കേട്ടോ. പൊതുവേ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ളൊരു പണിയാണ്. അടുക്കളയിൽ എത്ര നേരം വേണമെന്നുണ്ടെങ്കിൽ ഒരു മടുപ്പില്ലാണ്ട് ഞാൻ സ്പെൻഡ് ചെയ്യും. ഞാൻ ശരിക്കും കുക്കിംഗ് പഠിക്കാൻ കാരണം എൻ്റെ അച്ഛനാണ് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും അതെന്താ, പൊതുവെ അമ്മേനെ കണ്ടിട്ടല്ലേ എല്ലാവരും പഠിക്കുക, എൻ്റെ വീട്ടിലെന്താ അമ്മ കുക്ക് ചെയ്യാറില്ലേ എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ സ്കൂളും കഴിഞ്ഞ് ബസ്സിനോണ്ട് വീട്ടിൽ കയറി വന്നപ്പോൾ അച്ഛൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന്. അപ്പം അച്ഛൻ ചോറ് എടുത്ത് മുമ്പ് കൊണ്ട് തന്നു. പക്ഷെ എനിക്കാണെങ്കിൽ ചോറ് വേണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ചോറൊന്നും വേണ്ട, എനിക്ക് വേറെ എന്തെങ്കിലും കടിയായിട്ട് വേണമെന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ പൊതുവേ നമുക്ക് പുറത്തത്തെ ഒരു ഫുഡും വാങ്ങിച്ചു തരില്ല കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, അതിനകത്ത് അജ്നാമോട്ടോ പോലത്തെ പല ഫ്ലേവേഴ്സും അതിൽ ചേർക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു നീ പെട്ടെന്ന് പോയി കുളിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് നല്ലൊരു ഉള്ളിവട ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. കേട്ട മതി കേൾക്കാത്ത മതി ഞാൻ ഓടി കുളിച്ചിട്ട് പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ. കുളിച്ച് വന്നപ്പോൾ ഞാൻ കാണുന്നത് അച്ഛൻ അടുക്കളയിൽ നിന്ന് ഈ ഉള്ളിവട ഉണ്ടാക്കുന്ന നല്ല സ്മെല്ല് വരുന്നതാണ്. അപ്പം നേരെ ഞാൻ അടുക്കളയിൽ പോയിട്ട് ആ ഉള്ളിവട എടുക്കാനായിട്ട് നോക്കിട്ടോ. അന്നത്തെ ആ ഒരു പ്രായത്തിൽ എനിക്കറിയില്ലായിരുന്നു ഇത് തെളിച്ച വെളിച്ചെണ്ണയാണ് എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ നേരെ അതിൽ കൈകുത്താൻ പോയപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നല്ല അടിയും കിട്ടി, നല്ല വഴുക്കും കിട്ടി, എന്നെ പുറത്താക്കി അടുക്കളയിൽ നിന്ന്. ആ ഒരു സങ്കടത്തിൽ ഞാൻ കരഞ്ഞുകൊണ്ട് പോയിട്ട് അവിടെ ഇരുന്നപ്പോൾ അച്ഛൻ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കി എൻ്റെ അടുത്തോട്ട് പോന്നു കേട്ടോ. എന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞത് തിളക്കുന്ന വെളിച്ചെണ്ണ നിൻ്റെ മേത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേലാസാകരം പൊള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ നല്ല രീതിക്ക് സമാധാനിപ്പിച്ചു. എന്നിട്ട് അച്ഛനും തന്നെ എനിക്ക് അച്ഛൻ ഉണ്ടാക്കി തന്നെ ആ ഉള്ളിവട വായിൽ വെച്ച് തന്നിട്ടോ. ഞാൻ അതൊക്കെ കഴിച്ചിരുന്നപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു ഞാനും വലുതായി കഴിഞ്ഞാൽ ഇതേപോലെ പല കടികളും ഉണ്ടാക്കും എന്നുള്ളത്. അങ്ങനെ അന്ന് തോന്നിയ ഒരു ത്വരയാണ് കേട്ടോ ഇന്നും എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഇത്രയ്ക്കും ഇഷ്ടം. ചിലപ്പോൾ അന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു വഴക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാനും ഇന്നും ഒരു മടിച്ചിക്കോതിയായിട്ട് അവിടെ ഇരുന്നേനെ കേട്ടോ. ഞാൻ പറഞ്ഞ് ലാസ്റ്റ് നമ്മളെ കല്ലുമുക്കായ റെഡി ആയിട്ടുണ്ട്. കല്ലുമുക്കായും ചായയൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ ഡൈനിങ് ഹാളിൽ വന്നിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അടിപൊളി സാധനം. ഇതുവരെ ട്രൈ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ മാവ് എത്രത്തോളം നേരം കുഴച്ച് വെക്കാൻ പറ്റും അത്രത്തോളം കുഴച്ച് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.